അതോടൊപ്പം തന്നെ ഈ വാർത്ത വിശ്വസിക്കാനാകാതെ അവിശ്വസനീയതയോടുകൂടി പൊട്ടിക്കരയുന്ന സഹപാഠികളെയും അധ്യാപകരെയും ഒക്കെ സ്കൂൾ പരിസരത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞു. നേരത്തെ സുഹൈൽ മുഹമ്മദ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുഹൈൽ, അനന്തുവിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇനി സംസ്കാര ചടങ്ങുകൾക്കുള്ള സമയമാവുകയാണ്. എന്തൊക്കെയാണ് അവിടെ കാണാൻ പറ്റുന്നത്? എനിക്ക് അനന്തപുനെ അവസാന നോക്ക് കാണുവാൻ വേണ്ടി പ്രിയപ്പെട്ടവരെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നു. അങ്ങേറ്റം സങ്കടകരമായ സങ്കടം തവിക്കെട്ട് കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ എങ്ങും ഉള്ളത്. നമ്മൾ ഈ അനന്തുവിന്റെ മൃതദേഹം കൊണ്ടുവന്ന് നമ്മൾ കണ്ടു കാണും. അതായത് ഈ വീട്ടിലേക്ക് വാഹനങ്ങളൊന്നും വരാനുള്ള സൗകര്യമില്ല. നമ്മൾ ചുമന്നാണ് അനന്തുവിന്റെ മൃതദേഹം ഇങ്ങോട്ട് എത്തിച്ചത്. അതായത് അത്രയും ദുർഘടമായ ഒരു പാത താണ്ടി വേണം ഈ അനന്തുവിന്റെ വീട്ടിലെത്താൻ. അനന്തുവിന്റെ കുടുംബാന്തരീക്ഷം സാമ്പത്തികമായി വലിയ നിലയിലില്ലാത്ത പരാധീനതയുള്ള ഒരു കുടുംബമാണ്. അച്ഛനും അമ്മയും രണ്ട് സഹോദരിമാരും അനന്തുവാണ് ശരിക്കും ഈ കുടുംബത്തിന്റെ പ്രതീക്ഷയാവേണ്ട. ഈ അനന്തൂർ പ്രതീക്ഷ അർപ്പിച്ചായിരുന്നു കുടുംബം മുന്നോട്ട് പോകുന്നത്. SLC വിദ്യാർത്ഥിയാണ്, എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. അങ്ങനെ അവനിൽ പ്രതീക്ഷ അർപ്പിച്ച് കുടുംബം മുന്നോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും പ്രിയപ്പെട്ട അനന്തു വിടവാങ്ങിയതിന്റെ അവന്റെ വിയോഗത്തിന്റെ സങ്കടത്തിലാണ് ഈ നാടെങ്ങുമുള്ളത്. പ്രത്യേകിച്ച് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉള്ള ആളാണ് അനന്തു. നമ്മൾ ദൃശ്യങ്ങളൊക്കെ കാണുന്ന പോലെ സുഹൃത്തുക്കളും അധ്യാപകരും എല്ലാം അനന്തുവിന്റെ അവസാനം ഒക്കെ കാണാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞ് ഈ വീടിന്റെ അടുത്ത് തന്നെ അനന്തുവിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ ആളുകൾ, അതായത് അനന്തുവിന്റെ അച്ഛന്റെ ചേട്ടന്റെ മകനും അവരുടെ ബന്ധുക്കളും ചില സുഹൃത്തുക്കളുമായി വിനോദത്തിനായി, അതായത് മീൻ പിടിക്കാനായി ഒക്കെ ചുമ്മാതെ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഈ വീട്ടിൽ നിന്നുള്ള അവസാന യാത്രയായിരിക്കും ഇതെന്ന് കുടുംബം കരുതിയില്ല. ഇന്നലെ രാത്രിയാണ് ഈ അപകടം സംഭവിച്ചത്. പക്ഷേ കുടുംബത്തെ ഇന്നലെ ഒന്നും അറിയിച്ചിരുന്നില്ല. അച്ഛൻ കൂലിപ്പണിക്കാരനാണ്, അമ്മ നിത്യരോഗിയാണ്. പലപ്പോഴും കോഴിക്കോട് ആശുപത്രി വീടുമായി കഴിഞ്ഞു പോവുകയാണ് അമ്മ. അത്രത്തോളം ശാരീരിക അവശതയുള്ള ഒരാളാണ് അമ്മ. അതുകൊണ്ട് തന്നെ കുടുംബത്തെ ഈ മരണവിവരം ഇന്നലെ രാത്രി ഒന്നും അറിയിച്ചിരുന്നില്ല. ഇന്ന് പകലും നമ്മൾ അന്വേഷിച്ചപ്പോൾ ഏകദേശം ഒരു 9-10 മണി വരെ അറിയിക്കാതിരിക്കുകയായിരുന്നു. ഈ മരണ വാർത്ത അറിഞ്ഞിട്ടും ചുറ്റുമുള്ളവർക്ക് വീട്ടുകാരോട് പങ്കുവെക്കാൻ പറ്റാത്തതിന്റെ ഒരു എങ്ങനെ അത് ഇവരെ ധരിപ്പിക്കും. അതായത് ഒരു ദിവസം മകൻ മരിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അച്ഛനെയും അമ്മയും വിവരം അറിയിക്കാതെ അവർ ഇത് എങ്ങനെ പുറത്തു പറയുമെന്നുള്ള വല്ലാത്തൊരു ആശങ്കയിലായിരുന്നു, വല്ലാത്തൊരു വാക്കുകൾ കിട്ടാത്തൊരവസ്ഥയിലായിരുന്നു അവരുള്ളത്. പക്ഷേ ഏകദേശം രാവിലെ 10 മണിയോടുകൂടിയാണ് കുടുംബത്തെ ഈ വിവരം അറിയിക്കുന്നത്. നമ്മൾ അപ്പോഴൊക്കെ ഈ വീട്ടിലുണ്ടായിരുന്നു. വലിയ പൊട്ടിക്കരച്ചിലുകളായിരുന്നു. ഈ രണ്ട് ജ്യേഷ്ഠത്തിമാർക്കുള്ള ഒരു സഹോദരനാണ്, അച്ഛൻ മകൻ ഭാവി പ്രതീക്ഷയാണ്, 10ാം ക്ലാസ്സുകാരനാണ്. അങ്ങനെ അവനിൽ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഈ അവൻ പഠിച്ച് വലുതായതിനു ശേഷം കുടുംബാന്തരീക്ഷമൊക്കെ മാറുമെന്ന് പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഇവർ. അവർക്ക് ഏറ്റവും പ്രതീക്ഷ കൊടുത്തിരുന്ന അനന്തു ഇപ്പോൾ ഇല്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അവർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. നമുക്കിപ്പോൾ ഈ വീടിന്റെ ചുറ്റും എവിടെ നോക്കിയാലും അനന്തുവിനെ ഇതുവരെ നേരിൽ കാണാത്തവർ പോലും പരിചയമില്ലാത്തവർ പോലും ഇവിടെ എത്തുന്നുണ്ട്. GK, അത് ഈ അനന്തുവിനെ ഇന്നലെ മുതൽ കേട്ടറിഞ്ഞവരാണ്. എത്തുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അനന്തുവിന്റെ പ്രിയപ്പെട്ടവരായി മാറും. കാരണം അത്രത്തോളം പ്രിയപ്പെട്ടവർ അനന്തുവിനെ ചുറ്റുമുണ്ട്. അവരുടെ മുഖത്തെ വൈകാരികൾ കണ്ടാൽ നമുക്കറിയാം ഇവിടെ ഓരോ മനുഷ്യനും അനന്തു എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ളത്. ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടമായി വരുന്നത് അനന്തുവിന്റെ ഇപ്പോൾ ഈ സ്കൂൾ അവധിയാണ്. ഈ തിങ്കളാഴ്ച മുതൽ സ്കൂളിലേക്ക് പോകാൻ തൊട്ടടുത്ത ബെഞ്ചിലോ ഡെസ്കിലോ ഇരിക്കുന്ന കൂട്ടുകാർക്ക് അനന്തു ഉണ്ടാവില്ല എന്നൊരു സത്യാവസ്ഥ ഉൾക്കൊള്ളാനും സമയമെടുക്കും. നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ അധ്യാപകരും സഹപാഠികളും അടക്കം ഇവിടെ എത്തിയിരുന്നു. അവർക്കെല്ലാം അനന്തു എത്രമാത്രം പ്രിയപ്പെട്ടവരാണെന്ന് നമുക്ക് വാക്കുകളില്ലാതെ അവരുടെ മുഖത്തെ വൈകാരികൾ കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉണ്ടായിരുന്നു. അനന്തുവിന്റെ ഒഴിഞ്ഞു കിടക്കുന്ന ബെഞ്ചുകളും ഡെസ്കുകളും ആ സ്കൂളിന്റെയും അവന്റെ സഹപാഠികളുടെയും ഒപ്പം ഈ നാട്ടുകാരുടെയും വിങ്ങലായി തന്നെ നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. GK, വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോയിരിക്കുന്നു അനന്തുവിൻ്റെ കുടുംബ പരിസരവും വീടിനു ചുറ്റും, അതോടൊപ്പം തന്നെ സ്കൂളിടത്തിലുമൊക്കെ. നമ്മൾ കാണുന്നത് അനന്തുവിൻ്റെ സഹപാഠികളായ കുട്ടികൾ അവർ കണ്ണീരണിഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ അനന്തുവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വീട്ടിലേക്ക് എത്തുന്ന ബന്ധുക്കളും നാട്ടുകാരുമായിട്ടുള്ള ആളുകളുടെ തിരക്കും കാണാൻ കഴിയുന്നുണ്ട്. വിപിൻ C. വിജയൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിപിൻ, സംസ്കാര ചടങ്ങുകൾ എത്ര മണിക്കാണ്? ഇനി മറ്റെന്തെങ്കിലും ചടങ്ങുകൾ ബാക്കിയുണ്ടോ? എന്താണ് വിവരങ്ങൾ? GK, അല്പസമയത്തിനകം തന്നെ മൃതദേഹം അടുത്തുള്ള ശ്മശാനത്തിലേക്ക് സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകും. അതിനു മുൻപായി വീട്ടിൽ വെച്ച് ചില ചടങ്ങുകൾ കൂടിയുണ്ട്. ആ ചടങ്ങുകൾക്കാണ് ഇപ്പോൾ കാക്കുന്നത്. ആ ചടങ്ങുകൾ കൂടി കഴിഞ്ഞാൽ പിന്നീട് ഈ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ സമയം വരുന്നത് 12:15. ഒരു മണിയോടുകൂടി തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ തുടങ്ങും എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വീടിനെ സംബന്ധിച്ച് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നോവിലൂടെ അവർ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഒരു വളരെ
വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമുള്ളത്. കാരണം പറയാൻ ഒരു തരത്തിലും വാക്കുകൾ കിട്ടുന്നില്ല. വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരു വേദന എന്ന് തന്നെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാം. അത് അവരെല്ലാം ഇപ്പോൾ അനുഭവിക്കുകയാണ്. ഇത് ഒരു വീട്ടുകാരുടെ മാത്രം കാര്യമല്ല, ഈ നാടിന്റെ മുഴുവൻ ഒരു വേദനയായിരിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു മരണം ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല, അല്ലെങ്കിൽ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്ന് ഇവിടെ വരുന്ന ഓരോരുത്തരും വേദനയോടെ ഓർക്കുന്നുണ്ട്, ഓരോരുത്തരോടെ പറയുന്നുണ്ട്. കാരണം ഈ ഒരു വൈകുന്നേരം കളി കഴിഞ്ഞു പോയ ഒരു സ്ഥലത്ത് നിന്ന് ഷോക്കേറ്റുള്ള ഒരു മരണം, അതും ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ച് ഇതൊരു ആദ്യമായിട്ടല്ല. ഇതിനു മുൻപും ഇപ്പോൾ ചാലിയാർ പഞ്ചായത്തിലൊക്കെ ഗൃഹനാഥന്മാർ തന്നെ ഈ വൈദ്യുതി വേലിയിലേക്ക് തൊടുകയും പിന്നീട് അത് ഫെൻസിങ്ങിന് വെച്ചിട്ടുള്ളതിലേക്ക് KSEBയുടെ കരണ്ട് കൊടുത്ത് അങ്ങനെ അതിൽ നിന്ന് ഷോക്കേറ്റിട്ടുള്ള മരണം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഒരു 6 മാസത്തിനിടയിൽ ഒരു 5 തവണയെങ്കിലും ഇത്തരത്തിലുള്ള മരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ശേഷം പിന്നീടും അതിലൊരു കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പുകളോ അല്ലെങ്കിൽ ഈ ഒരു വൈദ്യുതി ഇത്തരത്തിലുള്ള ഒരു മോഷണം നടക്കുന്നതിനെയൊക്കെ തടയുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു ശാശ്വതമായിട്ടുള്ള നടപടികൾ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതായിരിക്കും അതിന്റെ ഉത്തരം. അതൊക്കെ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു SLC-കാരന്റെ വലിയ സ്വപ്നങ്ങളെയെല്ലാം ഇല്ലാതാക്കി, ആ വീടിന്റെ എല്ലാ സ്വപ്നങ്ങളെയും ഇല്ലാതാക്കി ഒരു അന്ത്യയാത്രയിലേക്ക് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തിലുള്ള മോഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടിയൊക്കെ അത്തരം കാര്യങ്ങളെ തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഒരു പരസ്പര പഴിചാരലുകൾക്ക് അപ്പുറമായിട്ടുള്ള ഒരു കൂടിയാലോചനകൾ വേണ്ട ഒരു സന്ദർഭത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ഈ ഒരു രണ്ട് കാര്യമുണ്ട്. ഇത് കർഷകരെ സംബന്ധിച്ച ഈ പന്നികളെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ പന്നികൾ തോട്ടത്തിലേക്ക് കയറുന്നത് തടയണം എന്നുള്ളത് ഒരു കാര്യം. ഇപ്പോൾ അതിന്റെ മറവിൽ അനധികൃതമായി ഇത്തരത്തിലുള്ള വേട്ട നടത്തി മൃഗങ്ങളെ കൊല്ലുന്നു, അത് പിന്നീട് മാംസമാക്കി വിൽക്കുന്നു എന്നുള്ള മറ്റൊരു വിഭാഗം കൂടി ഇതിന്റെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് കൂടിയാണ് ഈ തെളിയുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ഇവർ തന്നെ രാത്രി ഇത്തരത്തിലുള്ള വലിയ അനധികൃതമായ രീതിയിൽ വലിയൊരു അപകടം സംഭവിക്കുമെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ടായിട്ടും അതൊന്നും തെല്ലും വിലക്കെടുക്കാതെ ചെയ്യുന്ന ഇത്തരം വലിയ ക്രൂരകൃത്യങ്ങളിലേക്ക് അതിന് കൊടുക്കേണ്ട വില വളരെ വലുതാണ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ തക്കതായ ശിക്ഷ വേണമെന്ന് ഇവിടെ വരുന്ന ഓരോ നേതാക്കളും സ്ഥാനാർത്ഥികളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ശാശ്വതമായിട്ടുള്ള പദ്ധതികൾ ഇനിയെങ്കിലും ഇതിന് വേണമെന്നുള്ളത് ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് ഇന്നോ ഇന്നലെയോ ഉള്ള കാര്യങ്ങളല്ല. കാരണം കഴിഞ്ഞ ഒരു മാസങ്ങളായിട്ടോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ടോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമാനമായ വിഷയമാണ്. ഇത്തരത്തിൽ വൈദ്യുതി KSEBയുടെ വൈദ്യുതി മോഷ്ടിക്കുന്നു, അതിൽ തൊടുന്നു, അത് ഒരു അപകടത്തിലേക്ക് മരണത്തിലേക്ക് എത്തിക്കുന്നു. തൊട്ട് അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പോലും സമയമില്ലാത്ത രീതിയിൽ അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു വൈദ്യുതി ആഘാതം ഏൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും എടുത്തു പറയുന്നത് സമാനമായിട്ടുള്ള കാര്യമാണ്. ശരീരത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ രീതിയിലുള്ള വൈദ്യുതാഘാതം ഉണ്ടായി, അതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ഇത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു വൈദ്യുതി അത് കടത്തിവിടുന്നു, അതിലൊന്നും ഒരു തെല്ലും കുറ്റബോധമില്ലാതെ ചെയ്യാവുന്ന ഒരു തലത്തിലേക്ക് മാറുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ തക്കതായിട്ടുള്ള ശിക്ഷ വേണം എന്നുള്ളത് ആൾക്കാർ ആവശ്യപ്പെടുന്നു. ഈ വീട്ടിൽ ഇനിയൊരു അത്ര വലിയ വിഷമത്തോടു കൂടിയാണ് ഈ പ്രദേശത്തുള്ളവരും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ നിൽക്കുന്നത്. കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോയതായിരുന്നു. ഇവിടുത്തെ മണിമൂളി സ്കൂളിലെ കുട്ടികളാണ്. നാളെ ഈ സമയം സ്കൂളിൽ കളിച്ച് ചിരിച്ച് നടക്കേണ്ട ആളാണ് ജിത്തു. ആ ജിത്തുവാണ് ഇപ്പോൾ ചേതനയേറ്റ ശരീരമായി വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അത് ഉൾക്കൊള്ളാൻ പോയിട്ട് അതെന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകാത്ത അത്ര വലിയൊരു ഷോക്കിലാണ് ഇവിടെ വരുന്ന ഓരോ മനുഷ്യരും. അതുകൊണ്ട് തന്നെ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വലിയ കരച്ചിലുകളും കണ്ണീരും ഒക്കെ അണപൊട്ടി ഒഴുകുകയാണ്. കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ വിഷമത്തിലേക്ക് വഴിമാറുന്നു ഓരോ നേരങ്ങളും. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുമെന്നുള്ളത് കൂടിയാണ് മനസ്സിലാവുന്നത്. അതിനു മുൻപ് വീട്ടിൽ വെച്ചിട്ടുള്ള ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് കൂടി കഴിഞ്ഞാൽ ആ കാര്യത്തിലേക്ക് കടക്കും. 3 മക്കളായിരുന്നു. അതിൽ ജിത്തുവിന്റെ ജീവൻ വളരെ വേദനയോടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. GK. വിപിൻ C. വിജയൻ ആണ് വിവരങ്ങൾ നൽകുന്നത്.